ഹേ ഗൈസ്, ആഷിക് കപൂറിൻ്റെ സംവിധാനത്തിൽ ഏറ്റവും പുതിയതായി റിലീസ് ചെയ്ത റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ ദേ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. തൃപ്പൂണിത്തുറ ന്യൂ സെൻട്രൽ തിയേറ്ററിൽ 10:30 ഷോയ്ക്കാണ് സിനിമ കണ്ടത്. സിനിമ കണ്ടിട്ട് വന്ന് ഉടനെ എടുത്തൊരു വീഡിയോ ആണ്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് മേക്കിംഗ് വൈസ് സിനിമ കിഡിലോ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ പോയി കാണുക. മേക്കിങ് വിഷ്വലി സിനിമ ഒരു രക്ഷയില്ല, കിഡിലോ ആയിരുന്നു. അത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല ശരിക്കും. ഒരു ആഷിക് കപൂർ സിനിമ കാണാൻ പോയിട്ട് ഒരു അമൽ നീരദ് സിനിമ കിട്ടിയ ഫീലായിരുന്നു. അത്രയും കിഡിലും മേക്കിംഗ് വൈസ് ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമയുടെ സ്റ്റോറിയെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര സംഭവം എന്നൊന്നും പറയാനായിട്ടുള്ള അത്രയും വലിയൊരു സ്റ്റോറിയൊന്നുമില്ല. മേക്കിംഗ് ആണ് സിനിമയുടെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. സിനിമ തുടങ്ങുന്ന തന്നെ ഒരു ക്ലബ്ബാണ്. ഒരു ക്ലബ്ബിൽ നടക്കുന്ന ഒരു പാർട്ടി, ഒരു ബർത്ത്ഡേ പാർട്ടി, അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളുമാണ് സിനിമ പറയുന്നത്. ആ ഒരു ഫംഗ്ഷന് ശേഷം സിനിമ മൊത്തത്തിൽ നടക്കുന്നത് ഒരു ക്ലബ്ബാണ്. റൈഫിൾ ക്ലബ്ബിലാണ് സിനിമ മൊത്തത്തിൽ നടക്കുന്നത്. ഫസ്റ്റ് ഹാഫൊക്കെ ഒരു യൂഷ്വൽ ഫസ്റ്റ് ഹാഫായിട്ടാണ് തോന്നിയിരിക്കുന്നത്. കോമഡിയൊക്കെ കുറച്ച് ഡബിൾ മീനിങ് കോമഡിയാണ്. പക്ഷേ അത് ഭയങ്കര ബോറായിട്ട് അനുഭവപ്പെട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ സിനിമയുടെ സിറ്റുവേഷൻ അത് ആവശ്യപ്പെടുന്നുണ്ട്. സിനിമയിലെ ക്യാരക്ടേഴ്സും ആ സിറ്റുവേഷനും ആളുകളുടെ ആ ഒരു രീതിയൊക്കെ ആ ഒരു സ്റ്റൈലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമഡിയൊന്നും ഭയങ്കര ബോറായിട്ട് തോന്നിയില്ല. പക്ഷേ ഫാമിലി ആയിട്ടൊക്കെ കയറുന്നവർക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ആ സിനിമയിലെ പശ്ചാത്തലം അത് ആവശ്യപ്പെടുന്നുണ്ട്. അതേ രീതിയിലുള്ള കോമഡിയാണ് സിനിമയിൽ കാണിച്ചേക്കുന്നത്. സിനിമ ഒരു ഇൻ്റർവെൽ വരെയൊക്കെ അത്യാവശ്യം നോർമലായിട്ട് ആ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കുന്നതും കുറച്ച് ഹണ്ടിങ് ഒക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. ഇൻ്റർവെല്ലിന് മുൻപ് വരെ ഒരു യൂഷ്വൽ ഒരു സിനിമ ഫീൽഡിലേക്ക് പോയിട്ട് ഇൻ്റർവെല്ലായപ്പം സിനിമ മൊത്തത്തിൽ മാറുവാണ്. ഇൻ്റർവെൽ പഞ്ച് കിഡിലോ എന്ന് പറഞ്ഞാൽ കിഡിലോ ഇൻ്റർവെൽ പഞ്ചാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു ഇൻ്റർവെൽ പഞ്ച് കിട്ടുന്നത്. മൊത്തത്തിൽ തിയേറ്ററിൽ നല്ല കയ്യടിയൊക്കെ ആയിരുന്നു. ഇൻ്റർവെല്ലിന് നല്ല കയ്യടിയായിരുന്നു. ഇൻ്റർവെല്ല് കഴിഞ്ഞ് ആ ഒരു ടൈമിലും സിനിമ ഇനി എന്താണ് ഒരു ഓക്കെ ഫീലായിരുന്നു, ഒരു ആവറേജ് ഫീലാണ് സിനിമ മൊത്തത്തിൽ തന്നത്. ഇൻ്റർവെല്ലിന് ശേഷം തിയേറ്ററിൽ കയറിയിട്ട് ഒരു സെക്കൻഡ് പോലും തിയേറ്ററിൽ എന്താ പറയണ്ടേ, ആ സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്തില്ല. അമ്മാതിരി പരിപാടിയാണ്. ശരിക്കും ഒരു അമൽ നീരദിൻ്റെ സിനിമ ആഷിക് കപൂർ എടുത്തു വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതായിരുന്നു സെക്കൻഡ് ഹാഫ്. വെടിവെപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലും നമുക്കത് ഫീൽ ചെയ്യും. ആ ഒരു പരിപാടി അത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ആ ഒരു റിവെഞ്ചൊക്കെ കിഡിലമാണ്. പെർഫോമൻസ് വൈസും കിഡിലുമാണ്. ഒരു വൻ താരനിര തന്നെയാണ് സിനിമയിലുള്ളത്. ദിലീഷ് പോത്തൻ, അനുരാഗ് കശ്യപ്, സുരഭി ലക്ഷ്മി, സുരേഷ് കൃഷ്ണ, ദർശന രാജേന്ദ്രൻ, വിജയരാഘവൻ, വിനീത് കുമാർ, അതുപോലെ തന്നെ ഉണ്ണിമായ, വാണി വിശ്വനാഥ്, വിഷ്ണു അഗസ്ത്യ, ഹനുമാൻ കൈൻഡ്, അതുപോലെ തന്നെ റംസാൻ. വലിയൊരു താരനിരയുണ്ട്. കുറേ ആളുകളുടെ പേരുകളും പറയാനുണ്ട്. വലിയൊരു താരനിര തന്നെയാണ്. പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ഹനുമാൻ കൈൻഡ് ഒരു രക്ഷയില്ല, കിടിലമാണ്. വിജയരാഘവനും സൂപ്പർ റോളാണ്. ദിലീഷ് പോത്തൻ, അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉണ്ണിമായയും അതുപോലെ തന്നെ ദർശന രാജേന്ദ്രനും തമ്മിലുള്ള ഒരു കോംബോ ഉണ്ട്. അവർ കിടിലമാണ്. അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ അത്യാവശ്യം കോമഡിയൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. മേക്കിംഗ് ആണ് സിനിമയുടെ മെയിൻ, പറയാതിരിക്കാൻ പറ്റത്തില്ല. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനുള്ളതല്ല, പക്ഷെ ആ ഒരു കിട്ടിയേക്കുന്ന സ്പേസിൽ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പറയാതിരിക്കാൻ പറ്റത്തില്ല. മേക്കിംഗ്, തിയേറ്റർ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ബി ജി എം ഒക്കെ അനുരാഗ് കശ്യപിൻ്റെ BGM ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു. കിഡിലും എക്സ്പീരിയൻസ് ആണ് തന്നത്. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. നല്ല മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഒരു യൂഷ്വലായിട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫിൽ നേരെ ഓപ്പോസിറ്റായിട്ട് വന്നിട്ട് മൊത്തം ഒരു കിഡിലം പരിപാടി എന്ന് പറഞ്ഞാൽ കിഡിലം പരിപാടിയാണ്. എനിക്ക് ആകെ ഒരു 1-2 നെഗറ്റീവാണ് സിനിമയിൽ തോന്നിയത്. സ്റ്റോറി കുറച്ചുകൂടെ ഒന്ന് മികച്ചതാക്കാം. ബോറാണെന്നല്ല, ഒരു ആവറേജ് ഫീലാണ് സ്റ്റോറിയിൽ തോന്നിയത്. കുറച്ചുകൂടെ മികച്ചതാക്കാമായിരുന്നു എന്ന് തോന്നി. അതുപോലെ തന്നെ സിനിമയുടെ ക്ലൈമാക്സ് പെട്ടെന്ന് തീർന്നു പോയത് പോണൊക്കെ എനിക്ക് പേഴ്സണലി തോന്നി. ഞാൻ സിനിമ കണ്ട വേറെ ആരോടും ചോദിച്ചില്ല. എനിക്ക് ക്ലൈമാക്സ് മോശമാണെന്നല്ല, ക്ലൈമാക്സും എല്ലാം അടിപൊളി തന്നെയാണ്. പക്ഷേ പെട്ടെന്ന് തീർന്നു പോയ ഒരു ഫീൽ എനിക്ക് തോന്നി. ബാക്കി മൊത്തത്തിൽ സിനിമ അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സെക്കൻഡ് ഹാഫ് ഇപ്പോഴും മനസ്സിലുണ്ട്. ആ ഒരു എടുത്തു വച്ചേക്കുന്ന രീതിയൊക്കെ കിടിലമാണ്.
ദിലീഷ് പോത്തൻ്റെയൊക്കെ ഒരു റീ എൻട്രി ഉണ്ട്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദിലീഷ് പോത്തൻ ഒരു റീ എൻട്രി ഒക്കെ കിടിലമായിരുന്നു. തിയേറ്ററിൽ വൻ കയ്യടിയാണ്. അതുപോലെ തന്നെ ദർശന രാജേന്ദ്രനും ഉണ്ണിമായും അവരും കിടിലമാണ്. വാണി വിശ്വനാഥ്, വിജയരാഘവൻ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസും എല്ലാവരും കിടിലമായിട്ടുണ്ട്. സിനിമ മൊത്തത്തിൽ എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് മേക്കിങ് ഒരു രക്ഷയില്ലായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സ്റ്റോറി ഒന്നും ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തൊന്നും സിനിമയ്ക്ക് പോകണ്ട. ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. മേക്കിങ് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ടൈപ്പ് അമൽ നീരദ് ടൈപ്പിലേക്ക് വന്ന് ആഷിക് കപൂറിൻ്റെ മേക്കിംഗ് വൈസ് സ്റ്റോറിയല്ല ഞാൻ പറയുന്നത്, മേക്കിംഗ് വൈസ് എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ശരിക്കും നാളെ മാർക്കോ റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നേ ക്രിസ്മസിൻ്റെ പരിപാടി, ബ്ലഡ് ഡിഷ് ആയിട്ടുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് നല്ല കിടിലം പരിപാടിയാണ്. നല്ല കിടിലം വെടിവെപ്പ് പരിപാടികളൊക്കെയാണ്. നാളെ എന്തായാലും മാർക്കോ ഇറങ്ങുവാണ്. എന്തായാലും മോസ്റ്റ് വയലൻ്റ് മൂവിയാണ് പറഞ്ഞേക്കുന്നത്. അതെന്താവും നമുക്കറിയത്തില്ല. പക്ഷേ റൈഫിൾ ക്ലബ്ബ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേക്കിങ്ങും എല്ലാം കിടിലമായിട്ടാണ് തോന്നിയത്. അപ്പോൾ നാളെ മാർക്കോ ഉണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ എന്തായാലും നാളെ പറയാം. എന്തായാലും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും തിയേറ്ററിൽ പോയി കാണാവുന്ന മസ്റ്റ് വാച്ചാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും ഞാൻ മുൻപ് പറഞ്ഞ കണക്ക് തന്നെ സ്റ്റോറി ബേസ് ചെയ്തല്ല, മേക്കിംഗ് ആണ്. ആഷിക് കപൂറിൻ്റെ മേക്കിങ് പെർഫോമൻസ് വൈസ് കിടിലമാണ്. BGM എല്ലാം അത്യാവശ്യം സെക്കൻഡ് ഹാഫ് കിടിലമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ മികച്ചതായിട്ട് തന്നെയുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക. എനിക്ക് പേഴ്സണലി സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു.